ഭദ്രേ ഭഗവതി ഭക്താർത്തി ഭഞ്ജലി ഭദ്രകാളി നാഥമർത്യപാളി മത്താളിന മധുകൈടവ മത്തേ ഭഗരീതേതവ പത്തേ ഗതി വിപത്തർക്കു മാറ്റം ഘോരാട്ടഹാസത്രൂഢിധാരി മണ്ഡലെ ഘോരകാരാളാദ്രം 20ാമത്തെ വയസ്സ് വരെ കുത്തോട്ടത്തായിട്ട് പാട്ട് പാടിക്കുകയും കുത്തോട്ടം നടത്തുകയും പാട്ട് പാടിക്കുകയും കുത്തോട്ടം നടത്തുകയും ശേഷമേ. ചെട്ടികുളങ്ങര ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ദേവി എന്നുള്ള രീതിയിലല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയ്ക്ക് രണ്ട് മുഖമാണ്. അതായത് പെറ്റമ്മ, ഞങ്ങളെ പ്രസവിച്ചമ്മ, ഞങ്ങളുടെ ഭഗവതി ഞങ്ങൾക്ക് വേറെയല്ല, ഞങ്ങൾക്ക് ഒന്ന് തന്നെയാണ്. അപ്പം അമ്മോ എന്ന് വിളിക്കുമ്പോൾ ആളും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെ പ്രസവിച്ച് ഭൗതികമായിട്ട് ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ വ്യത്യാസം കാണുന്നില്ല, ഒന്ന് തന്നെയാണ്. അപ്പം എൻ്റെ വീടിൻ്റെ പേര് പാച്ചനാശൻ, പരമേശ്വരൻ പിള്ളയാണ് പാച്ചനാശൻ. ചെവിട് പഠിപ്പിച്ചത് മാധവൻ. മീനത്തേരി കേശവപിള്ള, പാച്ചനാശാൻ, മുതുകുളം പരമേശ്വരൻ പിള്ള, അങ്ങനെ പലരുടെയും കൂട്ടത്തിൽ അറിയപ്പെടാതെ, പലരും ആരും അത്ര അറിയപ്പെടാതെ പോയ എന്നിയിൽ ശങ്കരപ്പിള്ള വൈദ്യൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായി. അധികവും സംസ്കൃതങ്ങളിൽപ്പെട്ട. അപ്പം അദ്ദേഹത്തിൻ്റെതാണെന്നുള്ള ആ പദങ്ങളിൽ തന്നെ ഈ പേരിൻ്റെ ഒരു വരി എവിടെയെങ്കിലും കാണും. ഞാൻ ഈ പറഞ്ഞ ശങ്കരപ്പിള്ള എന്നുള്ളത് അതിൻ്റെ ഉദാഹരണം തന്നെയാണെന്ന് പറയാൻ, ശങ്കര നന്ദിനി ശങ്കകൂടാതെ നിൻ കിങ്കരനാകും ഈ ശങ്കരനെ. ഇങ്ങനെ ഒരിടത്ത് പ്രതിപാദിക്കുമ്പോൾ വേറൊരിടത്ത് ശങ്കരക്കുട്ടിയങ്കര കുട്ടി തൻ കിങ്കരർക്കിഷ്ടങ്ങളെ കിടുന്നു തങ്കാലൊഴുമെങ്കദ്രുത പങ്കാദികൾ തങ്കാതവ ശങ്കം തുണ ചെയ്യണം സർവകാലം. ഇങ്ങനെ വേറൊരു കഥയിൽ പിന്നൊന്നില് ശങ്കരംഗസ്ഥലത്തിങ്കലലങ്കാര സംഘാശിതാംഗമായി വാണരുളും തങ്കഗിരിമങ്കക്കുളിർ കൊങ്കയ്ക്കുകരം കൊണ്ടു പരം കുത്തി അമഴ്ത്തിട്ടു ചുരത്തും സ്തന്യം. തനി നാടൻ മലയാള ശൈലിയിൽ ഞങ്ങളുടെ ഇരഴവടക്ക് കളീക്കൽ പരമേശ്വരൻ പിള്ള എന്ന പാച്ചനാശാന് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന കൃതികൾ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ എങ്ങനെയാണോ അംബികയെ നിൻപദത്തെ സദാഹൃത്തെ അൻപോട് ചേർത്ത് മുത്തേ അമ്മിണി നിൻഹിതത്തെ സുഹൃത്തെ ഞാൻ എന്നും നമോ നമസ്തേ, ഇങ്ങനെയൊക്കെയുള്ളൊരു ദേവിയെ അമ്മിണി എന്നൊക്കെയുള്ള രീതി വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പദത്തിന് ഇത്രയും വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ ശബ്ദധാരാവലിയൊക്കെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അമ്മയെ ഇഷ്ടം കൂടുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു പദമാണ് അമ്മിണി എന്നുള്ളൊരു പദം. അപ്പം അതൊക്കെ എത്രമാത്രം അവരൊക്കെ ഭഗവതിയെ കണ്ടിരുന്നു, ഭഗവതി അതിനെ മാത്രം അവരൊക്കെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് പാട്ടുകളുടെ സാഹിത്യവും പാട്ടിൻ്റെ താളക്രമങ്ങളും ഈണങ്ങളും ഗതിവിഗതികളും നോക്കുന്നത്. എന്നിയിൽ ശങ്കരപ്പിള്ള വൈദ്യൻ എന്നൊരു വൈദ്യനോടായിരുന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പലയിടത്തും സഞ്ചരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോൾ ചിലർ ആവശ്യപ്പെടും വൈദ്യന് ഒരു കഥ വേണം. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തോന്നിച്ച് ചിലത് എഴുതും. അങ്ങനെ എഴുതിയ ഒരിതാണ് കാളിയമർദ്ദനം. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു കേശവ പണിക്കർ എന്ന് പറഞ്ഞൊരു ഭാഗവത വായിക്കുന്ന അദ്ദേഹമാണ്. ആ ആളിന് വേണ്ടിയാണ് ഇതെഴുതിയത്. അപ്പം രണ്ടുപേരും ആ വീട്ടിലിരുന്ന് എഴുതി. പിന്നീട് ഞാൻ വരും ബാക്കി പൂർത്തിയാക്കാവിടാന്ന് പറഞ്ഞ് പോന്നു. അപ്പോൾ അന്ന് താമസിച്ചുകൊണ്ടിരുന്നൊരു ചാണകം വഴിയ ഒരു ചെറിയ വീട്ടിലാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ തത്തിദ്ദന്നം ചവിട്ടി ഭണിവര മസ്തകെ കൊച്ചുകുട്ടി നൃത്തമേളങ്ങൾ കുട്ടി ദേവന്മാരും ചിത്തമോദേന കുട്ടി. ഇങ്ങനെ ആ ചെലങ്കയുടെ ശബ്ദം കേൾക്കുക. കേട്ടിട്ട് മുറ്റത്ത് കൈകൊണ്ട് എഴുതുക. ഞാൻ എണീറ്റതിന് ശേഷമേ മുറ്റം തൂക്കാവെന്ന് പറഞ്ഞിരുന്നു. വെളുപ്പിനെ എണീറ്റ് അതിൽ നിന്ന് ബുക്കിലോട്ട് പകരണം എന്നത്. ആ ബുക്ക് ഇപ്പോഴും നിധി പോലെ എൻ്റെ കയ്യിലുണ്ട്.
വഴിപാട് ചടങ്ങുകളിൽ പ്രധാനമായിട്ട് 4 പാദം പാടി കുഞ്ഞുങ്ങളെ ചുവട് വെപ്പിച്ചിട്ടാണ് പിന്നെ ഭക്തജനങ്ങൾക്ക് കാണികൾക്കൊക്കെ കണ്ണിനും മനസ്സിനും ഇമ്പമാകത്തക്ക രീതിയിൽ കുമ്മിപ്പാട്ടുകൾ കഥകൾ പാടി കുഞ്ഞുങ്ങളെ ചുവട് വെപ്പിക്കുകയും കുമ്മിപ്പാട്ടുകൾ പാടി കുത്തിയോട്ടത്തിൻ്റെ ആ വഴിപാടിൻ്റെ ഒരു കൊഴുപ്പിനെ, അതായത് കുത്തിയോട്ട വഴിപാടിനെ കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യും. താനവട്ടങ്ങളുടെ ചൊൽവഴക്കങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാക്കിയവ കുത്തിയോട്ടപ്പാട്ടുകൾ ദേവിയെ തോറ്റി ഉണർത്തുക എന്ന് പറയും. കൂട്ടായിട്ടിരുന്ന് പാടുമ്പോൾ പെതുക്കെ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു മധ്യമത്തിലൂടെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേരും എല്ലാവരും. അങ്ങനത്തെ ഒരു പാട്ട് സാഹിത്യ വഴിയുള്ളത്. താളങ്ങളെന്നുള്ളതിനാണ് നമ്മൾ ഈ താനവട്ടവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇത് തന്നെ താ, ന, ണ്ട, ന ഇങ്ങനെയുള്ള വാക്കുകൾ ഉള്ള പണിഭൂഷണാത്മജൻ ജഗന്നാഥനും തങ്ക മണിവീണയെന്തും സരസ്വതിയും പണിരാജ തപശയന ഹരിയുമൻ ഗുരുദേവനും തൂണ ചെയ്തിടണം. പാർത്തലമൊക്കെ പ്രസിദ്ധിയേറിടുന്ന ചെട്ടികുളങ്ങര വാഴുമമ്മേ, ആർത്തപരായണി ഭദ്രകാളി ജഗ ഈശ്വരി ശങ്കരി ലോകമായി. വരും ശിവരാത്രി നാളിൽ നമ്മൾ കുടിവെച്ച് തമ്പുരാട്ടിയെ വാഴിച്ച് ഈ കുത്തിയോട്ടം ചടങ്ങ് തുടങ്ങി ഏകദേശം നമുക്ക് രേവതി നാൾ വരെ ഞങ്ങൾ ഈ ഒരു ആ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് അത്രയും ദിവസവും ഭഗവതിയെ കുടിവെച്ച് ഭാഗവതോട് തിരുനാമം പാടുകയും ഗുരുനാഥന്മാർ പാടിത്തരികയും ചെവിടുകാരും താനവട്ടക്കാരും ചേർന്ന് അതിനെ കൊഴുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് കുത്തിയോട്ടത്തിന്. महिषासुरदमनी खलशमनी मम जननी परमहिताशेषनमर्तुगम्मे പണ്ട് കാലത്തൊരു 3 വിളക്കും ഒരു ചപ്പളാക്കൊട്ടയും ഒരു ചിഞ്ചിരിയേ ഉള്ളൂ. ദാരിക നിഗ്രഹം കഴിഞ്ഞ് ഘോരദൂഷണിയായിട്ടിരിക്കുന്ന ദേവിയെ നമ്മൾ തൊപ്പിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ബുദ്ധിപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദേവിയെ നമ്മൾ ഈ താരാട്ടിൻ്റെ കൂട്ടുള്ള ലാസ്യ ഇതുകൾ പാടുകയാണ് പറ്റത്തില്ല. അത് അതിനേതായിട്ടുള്ള ചില ചടുലതയാർന്ന ചില പാട്ടുകളും ഇതൊക്കെ അപ്പം അങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്ന കുത്തിയോട്ട പാട്ടുകൾ. ചണ്ടമുള്ളതാനവപ്പെരും പടയൊടുത്ത് ചണ്ഡിക സമേതമെത്തിനാർ അതിജവനെ. കർമ്മത്തിന് ലാസ്യ വേണ്ട, ചടുലതയാണ് വേണ്ടത്. തന്തന്നെ താനേ തന്തന്നെ താനേ തന്തന്നെ താനന്ന തന്തന്നെ താനേ തന്തൻ താനേ തന്തന്നെ താനന്ന. പ്രശസ്തി പെറ്റ കേരള നടക്കാലം പ്രഗൽഭമായി ഭരിച്ചൊരു രാജൻ, പ്രബുദ്ധൻ ബുദ്ധിയിലുറച്ചു ഭക്തിവാൻ പ്രശസ്തൻ കേരള ശേഖരൻ. തരത്തിൽ കാഴ്ചകൾ ധരത്തിൽ ശൃംഗമ്പോൾ നിരത്തിയായതിലരുണനും പരത്തിയങ്ങഭരത്തിനാലിത്തം വരുത്തിയ ശോഭകളവുണ്ടർത്ഥങ്ങൾ വരുത്തി നാദരെ തുരത്തി ദിക്പാല പ്രവീരരെ തരത്തിൽ തൽസ്ഥാനെ ഇരുത്തി ദൈത്യരെ അമർത്യ കേശാദി സയുക്തരെ. ഈ പുരാണ കഥകളിലാണ് ഇതെല്ലാം. കൃഷ്ണലീല, കൃഷ്ണൻ്റെ കാളിയമർദ്ദനം, കൃഷ്ണലീല എല്ലാം ഒന്ന് തന്നെയാണ്. 2-3 ആശാന്മാർ എഴുതിയുകൊണ്ട് അതിന് വ്യത്യാസമാണ്. കാളിയമർദ്ദനം എഴുതിയത് വേലാമ്പിളത്തേത്, കൃഷ്ണലീല എഴുതിയിരിക്കുന്ന പാച്ചനാശാൻ. ഇനി 3 തന്നെ തന്തം താനി തന്നാന തന്തം താനിത്താന തന്നെ തന്തം താനി തന്നാനോ തെയ്യത്ത വീരത ബോധന
കശ്യപന്റെ ഘോരതപാസുരനാം ഘോരനാരുകനും പലതരം ഘോര കർമ്മങ്ങൾ ചെയ്തും നേരവും വൈകാറായി ദിനമണി വാരിധോ മുങ്ങാറായി സാരസം മങ്ങാറായി കുമോദത്തിൽ ചാരുത പൊങ്ങാറായി ഈ പായയിലിരിക്കാനും ഇതിൽ പങ്കെടുക്കുവാനും ഒരു ഭാഗ്യം തന്നു. അതുകൊണ്ട് നമ്മളാണ് ഏറ്റവും വലിയ ടോപ്പ് ആളുകളെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മളെക്കാട്ടിൽ അറിവുള്ളവരും കേൾവിക്കാരായിട്ട് നിൽക്കുന്നവരിലും കാണികളിലും എല്ലാം ഉണ്ട്. അത് ഏതൊരു കലയ്ക്കും അങ്ങനെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനൊരു ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ എല്ലാം തികഞ്ഞെന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി ഇരിക്കാതെ ആ വന്നിരിക്കുന്ന സദസ്സിനെ കൂടെ വന്നിച്ചിട്ട് വേണം നമ്മൾ. തന്നെ നാനേ താനേ നാനേ തന്നന്നാനാ താനേ താനാനേ താനഗതിത്തെ തന്നന്നന്ന മടുമക ശരണുടെ അടിമുടി നെറ്റി തിരുമഴിയാലെ ചൂടു തിരുവടിയുടെ തിരുമകളെ നീ വിളയാടിയിടേണം. അമലേ പദയുഗ കമലേ കാമിതവലദേവാഗീ വിമലേ ശങ്കരി വലദേ ഹരിത വലദേവാഗീ പങ്കവിനാശിനി ഭാവനി മോഹിനി നാരായണി സർവാതംഗ വിമാതിനി ഭാസിനി ശൂലിനി ഹേ ഭവാനി. ആടകടോളയിലാടി വസിപ്പൊരു പേടമാൻ കണ്ണീതൻ മൂടികൾ കണ്ടുള്ളാടിയുഴന്നതവാടി അറിഞ്ഞറിയിക്കാൻ പറ്റുമോ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിഞ്ഞനുഭവിക്കുന്ന പരമാനന്ദമാണ് അമ്മ എന്ന് പറയുന്ന വികാരം അല്ലേ? നമുക്ക് നമ്മുടെ നാക്കും നമ്മുടെ നോക്കും നമ്മുടെ കാണലും നമ്മുടെ കേൾവിയും നമ്മുടെ സ്പർശനവും നമ്മുടെ രുചിയും എല്ലാം നമ്മുടെ അമ്മമാരിൽ കൂടെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനപ്പുറം നമ്മൾ എന്ത് പറയാനാണ്? എല്ലാം സർവം സമർപ്പണം. അവരിൽ നിന്ന് വിഭിന്നമല്ലല്ലോ നമ്മൾ. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മൂടികൾ കണ്ടുള്ളാടിയുടന്നതവാടി പാരം തൈരൈ തന്നെ നാനേ തന്നെ നാനേ തന്നാനായി താനേ താനാനേ താനകതിത്തൈ തന്നാനാ തൈരൈ മുടി മുതലടിയില പണിയൊരു കടുകിട വിട്ടില്ല. ಜಂಬವೈರಿ ಮಕುಡ ತಡಮಣಿ ಪ್ರೋಲಸಲ್ಪಾದಬೀಡ ಶುಂಭದೈತ್ಯೇಂದ್ರ ಜೂಡ ಮಣ್ಣೆ ಶೃಣು ಕಂಬಿದ ಶೇಷಗೇಡ ತೆಯ್ಯತ್ತಾಂ ಹಾಡಗಡೋಳയിലാടി വസിപ്പൊരു വേടമാൻ കണ്ണീത് മോടികൾ കണ്ടുള്ളാടിയുഴന്നതവാടി പാരം.